കേരളത്തിലെ രുചി വൈവിധ്യം, എറണാകുളത്ത് കിട്ടുന്ന ഒരു മീൻകറി ആ ഒരു ടേസ്റ്റ് ആയിരിക്കത്തില്ല കോട്ടയംകാരുടെ മീൻകറിക്കകത്ത്. ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു മീൻകറി ഏതായിരിക്കും? ഇപ്പം നമ്മൾ തന്നെയാണെങ്കിലും വെക്കുമ്പോൾ വെറൈറ്റി ആയിട്ടാണ് എല്ലാ ആഴ്ചയും ഉണ്ടാക്കുക. ഇപ്പോൾ തേങ്ങ അരച്ച് മീൻകറി വെക്കും, മുളകിട്ട് വെക്കും, ഈ പറഞ്ഞ പോലെ വറുത്തരച്ചത് വെക്കും. ഇനി മാങ്ങയുടെ സീസൺ ആണെങ്കിൽ പച്ചമാങ്ങ മുറിച്ചിടും. ഇല്ലെങ്കിൽ ചിലർക്ക് കൊടംപുളി ഇട്ടാലേ ചിലർ മീൻകറി കൂട്ടത്തുള്ളൂ. ചില സ്ഥലത്താണെങ്കിൽ കടുക് വറക്കണം മീൻകറിയിൽ. ഈ കൊച്ചിക്കാർക്ക് കടുക് വറക്കുന്നത് ആലോചിക്കാനേ പറ്റില്ല. തൃശ്ശൂരാണ് ഈ കടുക് വറക്കുന്ന സ്റ്റൈലുള്ളത്. തിരുവനന്തപുരത്തുകാർക്ക് ഏറ്റവും കൂടുതൽ ഈ തേങ്ങ അരച്ച മീൻകറിയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ മുരിങ്ങയ്ക്ക ഇടും. അവർക്ക് പിന്നെ ഒരു തമിഴ് ഇൻഫ്ലുവൻസും കൂടെ ഉണ്ട്. നമുക്ക് കുറച്ചുകൂടെ കുറുകിയ മീൻകറിയാണ് താല്പര്യം. അവർക്ക് ഒരുപാട് ചാറ് വേണം. മീൻ കുളമ്പ് എന്ന് പറയുമ്പോ തന്നെ അതങ്ങനെ കുളമ്പായി കിടക്കുന്ന. പിന്നെ അവര് മല്ലിയിലേക്ക് ഇടും. കാസർഗോഡിന്റെ ചില ഭാഗങ്ങളിലേക്ക് മല്ലിയില ഇട്ട് തേങ്ങ അരച്ചു വെക്കും. നമുക്കൊന്നും അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതെ, കുഞ്ഞുനാളിൽ മല്ലിയില ഇട്ട ഒരു സാമ്പാർ ഞാൻ കഴിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് മല്ലിയില ഇൻഫ്ലുവൻസ് കൂടുന്നത്. ഇപ്പം ബിരിയാണിയിലാണെങ്കിലും ഈ പറയുന്ന പോലെ ഒരു പുതിന ഇല, മല്ലിയില കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിത്തുടങ്ങി കുറച്ച് റീസണില്ല. അല്ല ജുബിൻ, അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇപ്പോഴും ഒരു ഏജിന് മുകളിലുള്ള ആൾക്കാർ മല്ലിയില ഇതുവരെയായിട്ട് അംഗീകരിച്ചിട്ടില്ല. മല്ലിയിലോ വേണ്ട, എന്നാ പിന്നെ എനിക്ക് കറിയേ വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പഴയ ആൾക്കാർ ഇപ്പൊ കുറച്ച് ഏജിലായിട്ടുള്ള ആൾക്കാർക്ക് മല്ലിയില ഇഷ്ടമല്ല. ഇപ്പൊ ചിലർക്ക് ഇപ്പം മല്ലിയില ഇട്ട് കഴിയുമ്പം ആ സാമ്പാറിന് ചേഞ്ച് ആകും, ഭയങ്കര മാറും. ഇതാ ഈ കോഴിക്കോടുകാർക്ക് വറുത്തറച്ച സാമ്പാർ. അയ്യോ, നമുക്കിവിടെ ആലോചിക്കാം. നമ്മളെല്ലാം കൂടി കുക്കറിനകത്ത് എല്ലാം കൂടി എടുത്തിട്ട് ഒരൊറ്റ വിസില് സാമ്പാർ കൂടി ഇട്ടാൽ കഴിഞ്ഞു. പക്ഷെ ഇവരങ്ങനെയല്ല, വറുത്തരച്ച് എത്ര സമയം എടുക്കുന്ന അറിയോ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ അല്ല, ഇപ്പം ഈ പറഞ്ഞ ഡിഫറൻസ് ആലോചിക്കും. ഇപ്പം തമിഴ്നാട്ടിൽ ചമ്മന്തി ഫുള്ളി ലിക്വിഡ് ഇതായിരിക്കും. പക്ഷെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു എന്താണ് ചമ്മന്തി തന്നെ വെറൈറ്റി ചമ്മന്തി ഉണ്ട്. എന്ത് കിട്ടിയാലും അത് ചമ്മന്തിയാക്കാൻ പറ്റുന്ന കഴിവുള്ള ആൾക്കാർ മലയാളികളാണ് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ മാങ്ങ കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാം, ഇരുമ്പുളി കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാം. എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കുക. ടേസ്റ്റ് ഡിഫറൻസ് മലയാളിക്ക് തന്നെയാണ്. മലയാളി ഇപ്പോ മറ്റേ ഉസ്താദ് ഹോട്ടലിൽ കാണുന്ന പോലെ എന്ത് കോണ്ടിനെന്റൽ ഡിഷ് കണ്ടാലും മലയാളി അതിലൊരു മലയാളീകരണം നടത്തും, ഇല്ലേ? ഇപ്പൊ പൊറോട്ടയുടെ ഉള്ളിൽ മുട്ട വെച്ചിട്ട് ഒരു പുതിയ ഡിഷ്, അത് പൊറോട്ട നമ്മുടെ ആണെന്നുള്ളൊരു വെപ്പ്, അങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് 500 കിലോമീറ്റർ അപ്പുറം പോയി ചായ കുടിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ മലയാളികളാണ് അത് കൂടുതൽ. ഫുഡിന് വേണ്ടി എത്ര ദൂരം വേണമെങ്കിൽ സഞ്ചരിക്കാൻ മലയാളിക്ക് മടിയില്ല. അപ്പൊ അത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് നല്ല രസമുള്ള പോയിന്റ്. കാരണം എന്ത് സാധനമാണ് അതിലൊക്കെ ഒരു മലയാളീകരിച്ച സാധനമാണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. നമ്മളൊരു ഒരു റൈസ് കിട്ടി നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ വീട്ടിൽ ചെന്ന് കുറച്ച് മസാല ഇട്ട് നമ്മൾ നമ്മുടെ രീതിയിലാക്കി കഴിക്കും. അതെ അതെ, ഈ ചായയുടെ കാര്യം തന്നെ എടുക്കുക എക്സാമ്പിൾ. നമ്മളിപ്പോ പുറത്തേക്ക് പോകുമ്പോഴും അവര് ചായ തന്നിട്ട് മറ്റേ ഡിപ്പല്ലേ ഇടുക. നമ്മളൊരു കടയിൽ പോയിട്ട് നമ്മളുടെ ഇഷ്ടം അങ്ങോട്ട് പറയാണ്. 5 പേരുണ്ടെങ്കിൽ ഒരാൾ പറയും മധുരം കൂട്ടി സ്ട്രോങ്, മറ്റാൾ പറയും മധുരം കുറച്ച് ലൈറ്റ്. അതായത് ഒരു കടയിൽ കയറിയ തന്നെ നമ്മളൊരു 5 ഫ്രണ്ട്സ് ആണെങ്കിൽ 5 ടൈപ്പ് ചായ ഇടും. ഇപ്പൊ 5 തരം ടേസ്റ്റ് ബഡ്സ് ആണോ അവരുടെ? അല്ല, അതുപോലെ ഒരു സാധാരണ മലയാളിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അടിച്ച ചായ കൂടുതൽ, പതപ്പിച്ചടിച്ച ചായ അവർക്ക് വേണ്ട. ബോംബെയിൽ പോയി കഴിഞ്ഞാൽ കട്ടിങ് ചായകളാണ് കൂടുതലും. അതായത് അരച്ചായ അത്രേ ഉള്ളൂ. പക്ഷെ അവർ ചായ കൂടുതൽ കുടിക്കും. നമ്മൾ ഈ ഗോവ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫിഷ് ഫ്രൈ എന്ന് പറയുന്ന സാധനം റവ കോട്ടിങ്ങിലുള്ള പല ഏരിയാസിൽ ചെല്ലുമ്പോൾ അവരുടെ സ്റ്റൈല് അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റിൻ ബഡ്സിനനുസരിച്ചുള്ള സാധനങ്ങളായിരിക്കും ആഡ് ചെയ്തത്. മീൻ മുളകിട്ടത് എന്ന് പറഞ്ഞ് എല്ലായിടത്തും കടകളിൽ കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കോട്ടയം ഭാഗത്ത് കൊടംപുളി ഇല്ലാത്ത മീൻകറി നമുക്കറിയാം. നമുക്ക് ഉപ്പ് മുളകിട്ടതല്ല, നമുക്ക് മീൻകറിയാ. പക്ഷെ അത് നമ്മൾ എറണാകുളം ഭാഗത്തേക്ക് വരുമ്പോൾ അത് മുളകിട്ടതാവും. പിന്നെ എറണാകുളത്ത് പിന്നെ ഒരു മിക്സഡ് കൾച്ചർ ഉണ്ടെന്ന് തോന്നുന്നു. പല ഭാഗത്തു നിന്ന് വന്ന് സെറ്റിലായ ആൾക്കാരുള്ളതുകൊണ്ട് ഇപ്പൊ മീൻകറി വെറൈറ്റി ആണ്. വെളുത്ത കളറിലെ മീൻകറിയൊക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? അതെ, ആ തെക്കോട്ട് പോലുള്ള ഭാഗത്തേക്ക് ഉള്ള ആൾക്കാർക്ക് അതൊന്നും ചിന്തിക്കാനും പറ്റില്ല. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വേണ്ട പറയുള്ളൂ. എത്ര വിശപ്പുണ്ടല്ലോ. അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുന്നത് അവർക്ക് ആകെ ഒറ്റ മീൻകറി ഉള്ളു, ചുവന്നല്ലാതെ മോളിയ, ഫിഷ് മോളിയ. അത് വല്ലപ്പോഴും സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സ്റ്റ്യൂ ഉണ്ടാക്കുന്ന എല്ലാ ദിവസവും സ്റ്റ്യൂ ഉണ്ടാക്കത്തില്ല. വല്ലപ്പോഴും ഒരു ദിവസമേ സ്റ്റ്യൂ ഉണ്ടാക്കത്തുള്ളൂ. ഇപ്പൊ അങ്കമാലി മീൻകറിക്കകത്ത് മീൻകറി എന്ന് പറയുന്നത് അതൊരു കോട്ടയംകാരൻ പാലയിൽ താമസിക്കുന്ന ഒരു അച്ചാര് ചിന്തിക്കാൻ പറ്റൂല. ഇത്
എന്തായിരിക്കും ഈ ആൾക്കാരുടെ ഇൻഫ്ലുവൻസസ് ആണോ അതോ അവൈലബിലിറ്റി ആണോ? അവൈലബിലിറ്റി ആണ്. ഇപ്പൊ ക്ലൈമറ്റ്, ഇപ്പൊ മാങ്ങ സീസൺ ആകുമ്പോഴത്തേക്ക് നമ്മൾ പണ്ട് വീട്ടിലൊക്കെ എങ്ങനെയാ, മാങ്ങ കിടപ്പുണ്ട് പച്ചമാങ്ങ, പോയി 2 പൊട്ടിക്കുക, മീൻകറിയിൽ ഇടുക, അല്ലെങ്കിൽ തേങ്ങ വീണ് കിടക്കണം, തേങ്ങ എടുക്കുക, തിരുമ ചമ്മന്തി അരയ്ക്കുക. പക്ഷെ ഇപ്പൊ എല്ലാ സാധനവും എല്ലാ ക്ലൈമറ്റിലും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിസൈഡ് ചെയ്യാം ഇന്ന് മാങ്ങ ഉള്ളത് വേണോ അതോ മുളകിട്ടത് വേണോ, അല്ലെങ്കിൽ മറ്റേ ഇത് ചെമ്മീൻ പുളിയിട്ട് മീൻകറി ഉണ്ട് ഇപ്പൊ കൊച്ചിയില്. അപ്പൊ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതാണ്. അവൈലബിലിറ്റി ഇത് മാറ്റേഴ്സ്. സാമ്പാറിന്റെ കാര്യം പറഞ്ഞാലും ചമ്മന്തിയുടെ കാര്യം പറഞ്ഞാലും ഡിഫറൻസസ് ഈ ഫ്ലേവേഴ്സിലാണ് അല്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ ഉടുപ്പി സ്റ്റൈല് സാമ്പാർ അല്ലെങ്കിൽ കൊങ്കൺ സ്റ്റൈല് സാമ്പാർ, ഈ സ്റ്റൈൽ സാമ്പാർ എന്ന് വരുമ്പോൾ അതിനകത്ത് വരുന്ന ഫ്ലേവേഴ്സാണ് മാറുന്നത്. ഇപ്പം നമ്മൾ ചുട്ടരച്ച ചമ്മന്തിക്ക് ഒരു ടേസ്റ്റാണ്, സാധാ തേങ്ങ ചിരവി അരച്ചെടുക്കുന്ന ചമ്മന്തിക്കും ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അതിനകത്ത് ചേരുന്ന ഒരു ഇൻഗ്രീഡിയൻ, ആ ഒറ്റ ഇൻഗ്രീഡിയൻ ഫുൾ ഫ്ലേവറിനെ മാറ്റുന്നു. ഒരു വെളുത്തുള്ളി ഇട്ടാൽ മാറി. അതായത് നമ്മൾ മലയാളികൾ പലയിടത്തും അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് നമുക്കുണ്ട്. ഇപ്പോൾ കർണാടകയിൽ പോയപ്പോൾ ഈ പറഞ്ഞ പോലെ ഫിഷ് ഫ്രൈ റവയിൽ മുക്കി വറുത്തതാ, പിന്നെ അതിന്റെ കൂടെ കുഞ്ഞു റൈസാണ്, പൊന്നി റൈസും ആണ്. ഇത് രണ്ടും കൂടി നമുക്ക് മലയാളികൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? പിന്നെ രസം എന്ന് പറയുന്നത് ഒരു ഒഴിക്കാനൊരു സാധനം തന്നു, അത് ഇഷ്ടപ്പെട്ടിട്ട് ആരെങ്കിലും വീട്ടിൽ വന്ന് ഉണ്ടാക്കി കൊടുക്കുമോ? നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ആ ഫുഡ് ടേസ്റ്റ് ചെയ്യുന്നല്ലാണ്ട് അത് വീട്ടിൽ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കാറില്ല പൊതുവെ. പിന്നെ യൂട്യൂബ് ചാനൽസിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗിയും ഇതിൽ നിന്ന് ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരം കൊണ്ട് മാത്രമാണ് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് വേറൊരു സ്റ്റേറ്റിൽ പോയിട്ട് അവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്യില്ല. അല്ല, അതിന് മുമ്പ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതായത് അവൈലബിലിറ്റി, അതായത് ഇൻഗ്രീഡിയൻസിന്റെ അവൈലബിലിറ്റി. ഇപ്പം നമ്മൾ തെക്കോട്ടുള്ളവർക്കാകുമ്പോഴത്തേക്ക് ഈ കൊടംപുളി എന്ന് പറഞ്ഞ സാധനം കുറച്ചുകൂടി ഈസിലി അവൈലബിൾ ആണ്. പക്ഷെ അങ്ങോട്ട് വടക്കോട്ട് പോയി കഴിയുമ്പോൾ ഇവർക്ക് വാളംപുളി അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം അവർക്ക് അവൈലബിൾ, നമുക്ക് ഈ പുളിരസം കിട്ടിയാൽ മതി. അപ്പൊ അത് വെച്ചിട്ട് അവരുണ്ടാക്കും. പക്ഷെ ആ രണ്ടും ഇപ്പം വാളംപുളി ഇട്ടാലും കൊടംപുളി ഇട്ടാലും രണ്ട് ടേസ്റ്റാ, ഡിഫറെന്റ് ടേസ്റ്റാ വരുന്നത്. അപ്പം ചില ഇതിന് മാത്രമേ ഉള്ളൂ ഈ വാളംപുളി വെള്ളം ഉപയോഗിച്ച് ചേർക്കുന്ന സംഭവത്തിലേക്ക് വരുന്നത്. കൊച്ചിക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് എന്ന് പറയാൻ ആകെ ഒരു ഇതുള്ളൂ, അതായത് കൊച്ചിക്കാരുടെ പ്രത്യേകത ഏത് കറി വെച്ചാലും അതിൽ 2 ചെമ്മീൻ ഇടും. സാമ്പാർ വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ, ഉണക്ക ചെമ്മീനില്ലേ, അത് പൊടിച്ച് അതിന്റെ പൊടി സാമ്പാറില്, ചീരത്തോരൻ വെച്ചാ, ക്യാബേജ് വെച്ചാ, ബീൻസ് വെച്ചാ, എല്ലാത്തിലും ചെമ്മീൻ തളിക്കും. അല്ല, അത് ശരി, കൊച്ചിയുടെ മാത്രം ഒരു ഇതാ. ഞാൻ പച്ചക്കറിക്കകത്ത് ഒരു നോൺ വെജ് ഐറ്റം ഒരിക്കലും, അതിലും ഈ പറഞ്ഞ ഫാക്ടർ ഉണ്ട്, അവൈലബിലിറ്റി. അതായത് കൊച്ചിയിൽ ഇഷ്ടംപോലെ ഫിഷ്, ചെമ്മീനൊക്കെ കിട്ടും, ചെമ്മീൻ ഇഷ്ടംപോലെ അവൈലബിൾ ആയി. അതായിരിക്കണം ഒരു ബീൻസിന്റെ കൂടെ ചെമ്മീൻ ചേർക്കുക എന്നുള്ളൊരു സാധനം ആലോചിക്കാൻ പറ്റുമോ? ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പോ ഇടുക്കിക്കാരിയാ. അപ്പൊ ഞങ്ങളുടെയൊക്കെ നാട്ടിലേക്ക് പണ്ടൊന്നും ഈ പച്ചമീൻ കിട്ടില്ല, വന്നാൽ തന്നെ മറ്റേ വയറു പൊട്ടിയ ചാളയൊക്കെ വരത്തുള്ളൂ. പക്ഷെ നമുക്കിത് എപ്പോഴും അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ ഉണക്കമീൻ വെച്ചിട്ടായിരുന്നു അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടത്, മറ്റേ സലികുമാർ പറഞ്ഞ. പക്ഷെ ഇപ്പോഴും നമുക്ക് ആ ഉണക്കമീൻ എന്നുള്ളതൊരു വികാരമാണ് സ്ഥിരമായിട്ട്. പക്ഷെ ഈ ഉണക്കമീൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, അത് എടുത്തു തരാന്നറിയോ? ഈ പച്ചമീൻ ഈസിലി ആയിട്ട് കിട്ടുന്ന ആൾക്കാർക്കാണ് ഉണക്കമീൻ ചിന്തിക്കാനേ പറ്റില്ല. ഈ പറഞ്ഞ പോലെ ഈ ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ 3 റീജിയനായി. അപ്പം ഇതിനെക്കാട്ടിലും ചിലപ്പം നമുക്കറിയാത്ത ഏതെങ്കിലും ഉൾഗ്രാമങ്ങൾ, വയനാട് ഉൾഗ്രാമത്തിൽ ഒരു സ്പെഷ്യൽ മീൻകറി ഉണ്ടായിരിക്കും. ആ മീൻകറി അവർക്ക് കിട്ടുന്ന അവൈലബിൾ സാധനം വെച്ചിട്ടായിരിക്കും അവരുണ്ടാക്കുന്നത്. പക്ഷെ അതിനും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ടേസ്റ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് അവൈലബിൾ ആയി കിട്ടുന്ന സാധനത്തിൽ എന്ത് രസകരമായ, എന്ത് ടേസ്റ്റ്ഫുൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള കാര്യം.